നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട പാലക്കാട്ടെ CPIM വിമതർ പുതിയ പാർട്ടി രൂപീകരിക്കാനൊരുങ്ങുകയാണ്. കൊഴിഞ്ഞാമ്പാറ, മണ്ണാർക്കാട്, ഒറ്റപ്പാലം മേഖലയിലെ CPIM വിമതരുടേതാണ് സംയുക്ത നീക്കം. PK ശശി ഉൾപ്പെടെയുള്ളവരെ ചേർത്ത് ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് മുന്നണി രൂപീകരിക്കാനാണ് ആലോചന. ഇതിൽ പാലക്കാട് ജില്ലയിൽ CPM-മായി ഇടഞ്ഞു നിൽക്കുന്ന ഒരു കൂട്ടം വിമതരും അതുപോലെ തന്നെ ഒരു കൂട്ടം പ്രവർത്തകരും നേതാക്കളും ചേർന്നാണ് പുതിയ പാർട്ടി രൂപീകരിക്കാൻ ഒരുങ്ങുന്നത്. ആ പാർട്ടിക്ക് അവർ പേരിടുന്നത് ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് എന്ന പേരിലാണ് ആ പുതിയ പാർട്ടി അവർ രൂപീകരിക്കാൻ ഒരുങ്ങുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ KTDC ചെയർമാനായ PK ശശി, അതായത് CPM-മായി ഏറെക്കാലം പരോക്ഷമായി അകൽച്ചയിൽ കഴിയുന്ന PK ശശിയെ എത്തിക്കാനാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം. അപ്പോൾ PK ശശി ഈ പാർട്ടിയിൽ, ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് പാർട്ടിയിൽ ചേരുകയാണെങ്കിൽ, CPM വിട്ട് ചേരുകയാണെങ്കിൽ KTDC ചെയർമാൻ സ്ഥാനം ഉൾപ്പെടെ രാജിവെച്ചേക്കും എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. CPM, അതായത് ഇന്നലെ ചേർന്ന CPIM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഈ നീക്കങ്ങളെല്ലാം ഇവർ വിലയിരുത്തിയിട്ടുണ്ട്. ഈ വിമതരുടെ നീക്കങ്ങളെല്ലാം ഇന്നലെ ചർച്ച ചെയ്തിട്ടുണ്ട്. അടുത്തിടെ തന്നെ MV ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന ജാഥ വരാനിരിക്കെയാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നത്. മാത്രവുമല്ല, പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര ജില്ലയിലെത്തുമ്പോൾ വലിയ വിസ്മയങ്ങൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. കാരണം കഴിഞ്ഞ ദിവസം മണ്ണാർക്കാട്ടെ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും എല്ലാം സമൂഹ മാധ്യമങ്ങളിൽ ഇതേക്കുറിച്ച് പോസ്റ്റുകൾ ഇടുന്നുണ്ട്. അതായത് വിസ്മയം സംഭവിക്കും, വിസ്മയം ഉണ്ടാകുമെന്നൊക്കെ പേരിൽ കുറേ നാളുകളായി പോസ്റ്റുകൾ ഇടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ലഭിക്കുന്ന സൂചന PK ശശി CPIM വിടും എന്ന് തന്നെയാണ്. CPIM വിട്ട് ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് എന്ന പേരുള്ള ഈ പാർട്ടിയിൽ ചേരുമെന്ന് കിട്ടുന്ന വിവരം. മാത്രമല്ല, PK ശശിക്കൊപ്പം ഒരു കൂട്ടം നേതാക്കളും മണ്ണാർക്കാട്ടെ, അതേപോലെ തന്നെ കൊഴിഞ്ഞാമ്പാറ, ഒറ്റപ്പാലം മേഖലയിലെ ഒരു കൂട്ടം പ്രവർത്തകരും അതുപോലെ തന്നെ നേതാക്കളും ഈ പാർട്ടിക്കൊപ്പം അണിചേരുമെന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം VS അച്യുതാനന്ദന്റെ മുൻ പേഴ്സണൽ അസിസ്റ്റന്റും അതുപോലെ തന്നെ വിശ്വസ്തനുമായ A സുരേഷിനെ കോൺഗ്രസിൽ എത്തിക്കാൻ KPCC നേതാക്കൾ ചർച്ച നടത്തിയിരുന്നു. എന്നാൽ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട തീരുമാനമൊന്നും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. പാർട്ടി വിടില്ല, എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് ആയിരിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാലും ഇത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി കണ്ട് അണിയറയിൽ നടക്കുന്നുണ്ട്. എന്തായാലും വലിയ വിസ്മയങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നാം കാണുന്നത്. ഈ VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര ജില്ലയിൽ എത്തിച്ചേരുമ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം, അതായത് CPIM-ന്റെ പ്രധാനപ്പെട്ട പാലക്കാട്ടെ മുഖങ്ങളായ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം കോൺഗ്രസിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള പാർട്ടികളിലേക്കോ എത്തിച്ചേരും, അല്ലെങ്കിൽ UDF-നൊപ്പം ഭാഗമാകുമെന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത്.